ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ കരുണയെക്കുറിച്ചാണ് നാം അനുസ്മരിക്കുക. തൻ്റെ കരുണയെ നമുക്കായി വെളിപ്പെടുത്തി തന്നത് ദൈവം തൻ്റെ ഏകജാതനിലൂടെയാണ്. ഇന്ന് ഈ കൃപയുടെ സമയത്തിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവകരുണ കൂടുതലായി അനുഭവിച്ച നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പറയുന്ന മറുപടി അത് കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചായിരിക്കും. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്നത് കുമ്പസാരക്കൂടിലാണ്. കുമ്പസാരം എന്ന കൂദാശ അത് ഒരു വ്യക്തിയെ വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നാണ്. നാം ഓരോരുത്തരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഒത്തിരിയേറെ വേദനിക്കുന്നവരാണ് നമ്മുടെ ദൈവം. എന്നാൽ ആ ദൈവത്തെ നമ്മൾക്ക് വീണ്ടും ചേർത്ത് പിടിക്കുന്നത് എപ്പോഴാണ്? നല്ലൊരു മാനസാന്തരത്തിലൂടെ, നല്ലൊരു അനുതാപത്തിലൂടെ കുമ്പസാരം എന്ന കൂദാശ നാം സ്വീകരിക്കുമ്പോഴാണ്. നമുക്കറിയാം, കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധീകരിക്കുക എന്നാണ്. അപ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരങ്ങൾ കർത്താവ് ആ കാൽവരി മലയിൽ ഏറ്റെടുത്തുവെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് കുമ്പസാരം എന്ന കൂദാശയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും അണയുമ്പോൾ ആ കുമ്പസാരത്തിൽ നമ്മളെ കാത്തിരിക്കുന്നതും അതേ കർത്താവ് തന്നെയാണ്. ഒരിക്കൽ ഏറ്റെടുത്ത അതേ പാപഭാരങ്ങൾ തന്നെ നമ്മളിൽ നിന്നും ഏറ്റെടുത്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുവാനാണ് അവിടുന്ന് കാത്തിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഈ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുവാൻ നമുക്ക് ഭയമാണ്. കുമ്പസാരത്തിന് ഞാൻ പോകുമ്പോൾ എപ്രകാരമാണ് പോകേണ്ടതെന്ന് പലപ്പോഴും അറിയാത്ത ഒരു അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ഒരുക്കമില്ലാതെ കുമ്പസാരിക്കുന്നത്. ചില കുമ്പസാരങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ആ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച സമയത്ത് അവർ പഠിച്ച അതേ പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരവസ്ഥ. അവിടെ കുമ്പസാരക്കൂട്ടിൽ ഒരച്ഛനിരിക്കുന്നത് കാണുന്നു. ഉടനെ ചിന്തിക്കുകയാണ്, ഇന്ന് കുമ്പസാരിച്ചിരിക്കാം. അങ്ങനെ കുമ്പസാരിക്കുവാൻ വേണ്ടി കടന്നു വരുന്നവരുണ്ട്. അതേസമയം ഞാൻ ദൈവത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു, ദൈവത്തോട് പൂർണ്ണമായും ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ചില വ്യക്തികൾ, അവർ നടത്തുന്ന കുമ്പസാരം അത് ഒരു പൂർണ്ണമായൊരു കുമ്പസാരമാണ്. തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ പൂർണ്ണമായി വിലയിരുത്തിക്കൊണ്ട് ഏതെല്ലാം മേഖലയിലാണ് ഞാൻ തെറ്റുപറ്റിയത്, എനിക്ക് തെറ്റുപറ്റിയത്, ഏതെല്ലാം മേഖലയിലൂടെയാണ് ഞാൻ ദൈവത്തിന് അകന്നു പോയത്, എവിടെയെല്ലാമാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് പൂർണ്ണമായ അനുതാപത്തോടെ
നടത്തുന്ന ഒന്നാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ജോൺ മരിയ വിയാനി നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്, കുമ്പസാരത്തെ ഒരിക്കലും ഭയക്കരുത്. എന്തുകൊണ്ടാണ് നാം കുമ്പസാരത്തെ ഭയക്കരുത് എന്ന് ജോൺ മരിയ വിയാനി പറയുന്നത്? കാരണം കുമ്പസാരം എന്ന കൂദാശയിലാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കരുണ കൂടുതലായിട്ട് അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കുമ്പസാരം എന്ന കൂദാശയിലൂടെയാണ്. അതുകൊണ്ടാണ് ആ കുമ്പസാരത്തെക്കുറിച്ച് ജോൺ മരിയ വിയാനി പറയുന്നത്, നിങ്ങൾ കുമ്പസാരിക്കുവാൻ ഒരിക്കലും ഭയക്കരുത്. അവിടെ കർത്താവാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നേരിട്ട് സംസാരിക്കാനുള്ളൊരു അവസരമാണ് നമുക്ക് ലഭിക്കുക. ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, എത്രയോ ആത്മാക്കളെ കുമ്പസാരം എന്ന കൂദാശയിലൂടെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഒരു വ്യക്തിയാണ് ജോൺ മരിയ വിയാനി. ഒരു വർഷം 10,000-കണക്കിന് ആളുകളാണ് വിശുദ്ധനിൽ നിന്ന് പാപമോചനം, കർത്താവിൻ്റെ പാപമോചനം ഏറ്റുവാങ്ങിയത്. അദ്ദേഹത്തിന് ലഭിച്ചൊരു സിദ്ധിയായിരുന്നു തൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തികളുടെ പാപങ്ങൾ ഓരോന്നായി ആ മനസ്സിലേക്ക് കടന്നു വരിക എന്നുള്ളത്. ചില അവസരങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന വേളയിൽ ആരെയെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് നിർത്തി കുമ്പസാരത്തിനായിട്ട് കടന്നു വരിക എന്ന് പറയാറുണ്ട്. അവ കടന്നു പോകുന്ന പാപാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കിയാണ് ജോൺ മരിയ വിയാനി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും ഈ കുമ്പസാരം എന്ന കൂദാശയെ സമീപിക്കുന്നത് എപ്രകാരമാണ്? പലപ്പോഴും ഈ കുമ്പസാരം എന്ന കൂദാശയുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ അതിനു വേണ്ടി കടന്നു ചെല്ലുക. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരങ്ങൾ ഇറക്കി വയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. അതൊരിക്കലും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പ്രസാദവനം വീണ്ടും നമുക്ക് തിരികെ ലഭിക്കുന്ന ഒരവസ്ഥയാണത്. പക്ഷേ പലപ്പോഴും അത് തിരിച്ചറിയാതെ ഞാൻ ഈ കുമ്പസാരത്തിൽ ഇതെല്ലാം ഏറ്റുപറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അച്ഛൻ എന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ പാപങ്ങൾ മറ്റുള്ളവരോട് അച്ഛൻ പറയാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ പലപ്പോഴും നല്ലൊരു കുമ്പസാരം നടത്തുന്നതിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും മാറ്റി നിർത്താറുണ്ട്. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ ആ വലിയ കരുണയെക്കുറിച്ച് ആലോചിക്കേണ്ടത്. നമ്മളെല്ലാം അറിയുന്നവനാണ് കർത്താവ്, നമ്മുടെ ഉള്ള് പൂർണ്ണമായും അറിയുന്നവൻ. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് അഭിനയിക്കാൻ സാധിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു മൂടുപടം അണിയുവാൻ സാധിക്കും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അതൊരിക്കലും സാധിക്കില്ല. ദൈവം നമ്മളെ പൂർണ്ണമായും അറിയുന്നു. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ കുമ്പസാരത്തിനായി കടന്നു ചെന്നിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു പൂർണ്ണ കുമ്പസാരം തന്നെ നടത്തുവാൻ സാധിക്കും. നമ്മുടെ പാപഭാരങ്ങളെല്ലാം ആ കുമ്പസാരം എന്ന കൂദാശയിൽ നാം ഏറ്റുപറയുമ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള ഒന്നല്ല, മറിച്ച് അടുത്ത തവണ ചെല്ലുമ്പോൾ ആ കുമ്പസാരത്തിൽ ഞാൻ പറഞ്ഞ പാപങ്ങൾ ഇനിയും ആവർത്തിക്കാൻ ഇടയാക്കരുതേ എന്ന ഒരു പ്രാർത്ഥന അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഈ പൂർണ്ണമായ വിശുദ്ധിയോടുകൂടെ ജീവിക്കാനുള്ള ഒരു അവസരമാണ് ഈ കുമ്പസാരം എന്ന കൂദാശ നമുക്ക് നൽകുക. കുമ്പസാരം എന്ന കൂദാശ അത് അനുതാപത്തിൻ്റെ കൂദാശയാണ്, മാനസാന്തരത്തിൻ്റെ കൂദാശയാണ്, ഏറ്റുപറച്ചലിൻ്റെ കൂദാശയാണ്, നമ്മുടെ വീണ്ടും കർത്താവിനോട് ചേർക്കുന്ന ഒരു കൂദാശയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഒരു നല്ല കുമ്പസാരം നടത്തുവാൻ എന്താണ് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ ആ തളർവാദ രോഗി സുഖം പ്രാപിച്ചു. അതേ പ്രിയമുള്ളവരെ, ഈ കുമ്പസാരം മുതൽ കൂദാശയിൽ നടക്കുന്നത് ഇതുതന്നെയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കുമ്പസാരത്തെ വിശേഷിപ്പിക്കുന്നത് സുഖപ്പെടുത്തുന്ന കൂദാശ എന്നാണ്. അതായത് ഒരു രോഗി അവൻ പൂർണ്ണമായ അനുതാപത്തോടെ, മാനസാന്തരത്തോടെ, പശ്ചാത്താപത്തോടെ അവൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ അവന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കും. അത് കുമ്പസാരത്തിൻ്റെ വലിയൊരു ശക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കുമ്പസാരത്തെ
ഒരു സുഖപ്പെടുത്തുന്ന കൂദാശ അല്ലെങ്കിൽ സൗഖ്യം നൽകുന്ന കൂദാശ എന്ന് വിശേഷിപ്പിക്കുന്നത്. പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് ശ്ലീഹ 3 തവണ തൻ്റെ കർത്താവിനെ തള്ളി പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു നോട്ടം മാത്രമേ കർത്താവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു നോട്ടം പത്രോസിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു. പൂർണ്ണമായൊരു അനുതാപത്തിലേക്ക് കടന്നു വരുവാൻ പത്രോസിനെ പ്രേരിപ്പിച്ച ഒരു നോട്ടമാണ് കർത്താവ് നൽകിയത്. അത് അവൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുവാൻ പത്രോസ് ശ്ലീഹായ്ക്ക് സാധിച്ചില്ല. അവൻ വിതുമ്പി കരയുവാൻ തുടങ്ങി. തന്നെ ഇതുവരെ വഴി നടത്തിയ, തൻ്റെ പക്കൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞ, ദൈവരാജ്യം എന്താണെന്ന് ചൂണ്ടിക്കാണിച്ച, തങ്ങൾക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായി ബോധ്യം നൽകിയ തൻ്റെ ഗുരുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞു, അതും ഒരു പരിചാരികയുടെ മുമ്പിൽ പോലും. ഒത്തിരിയേറെ വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ, ഒത്തിരിയേറെ വേദനയോടെ കർത്താവിൻ്റെ സന്നിധി മാപ്പ് അപേക്ഷിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, പത്രോസ് ശ്ലീഹായിൽ കടന്നു വന്ന മാറ്റം എന്താണെന്ന് പിന്നീട് സഭ കണ്ടിട്ടുള്ളതാണ്. കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി പത്രോസ് ശ്ലീഹ തിരഞ്ഞെടുക്കപ്പെട്ടു. സഭയുടെ 2 നെടുന്തൂണുകളിൽ ഒരു തൂണായി നമ്മൾ കരുതുന്നത് പത്രോസ് ശ്ലീഹായിയാണ്. ക്രിസ്തുവിനെ പോലെ മരിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് തല കീഴായി കുരിശ് തടയ്ക്കപ്പെട്ടവനായിട്ട് മാറി. അങ്ങനെയാണ് പത്രോസ് ശ്ലീഹ രക്തസാക്ഷിത്വം വരിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി തൻ്റെ ജീവൻ വെടിയുന്ന അവസരത്തിൽ പോലും ക്രിസ്തുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കാതെ ഒരു എളിയ ദാസനായിട്ട് മാറുന്ന പത്രോസ് ശ്ലീഹ. പ്രിയമുള്ളവരെ, ഇതെല്ലാം പത്രോസ് ശ്ലീഹായ്ക്ക് ലഭിച്ചത് എപ്പോഴാണ്? പൂർണ്ണമായ ഒരു അനുതാപം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണ എന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുമ്പസാരം എന്ന കൂദാശയെ നാം സ്നേഹിക്കണം. അത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അതെല്ലാം തിരുത്തുവാൻ കർത്താവ് നൽകുന്ന അവസരമാണ് ഈ കൂദാശയെന്ന് നാം തിരിച്ചറിയണം. കുമ്പസാരം എന്ന കൂദാശയെ സ്നേഹിച്ചുകൊണ്ട് കൂടെ കൂടെ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയണം. കുമ്പസാരം അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കൂദാശ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളെ തന്നെ വീണ്ടും വിശുദ്ധീകരിക്കുവാനാണ്. ഒരിക്കൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനത്തെ തൻ്റെ പുത്രനായ ദൈവത്തിലൂടെയാണ് ദൈവം തിരികെ എടുത്തത്. യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ ഓരോരുത്തരെയും പാപഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ ആ കുരിശിൽ തൂങ്ങി മരിക്കുകയും ചെയ്തു. അവിടെ ചിന്തിയ ഓരോ തുള്ളി രക്തവും അത് നമ്മുടെ പാപഭാരങ്ങൾ കഴുകാനുള്ളതാണ്. അതേ യേശു തന്നെയാണ് ഇന്ന് കുമ്പസാരക്കൂടയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇന്ന് ഈ ദിവികാന്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ കൃപ യാചിക്കാം. കർത്താവ്, ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഈ കുമ്പസാരമെന്ന കൂദാശയെ കൂടുതൽ ഗൗരവത്തോടെ കാണുക, ഇതിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി നല്ലൊരു അനുതാപത്തോടെ മാനസാന്തരത്തിലൂടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് തിരികെ വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരിടമാണ് കുമ്പസാരക്കൂട്. ആ ഒരു തിരിച്ചറിവിൽ കർത്താവിൻ്റെ കരുണ എന്നും ആസ്വദിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഏതെങ്കിലും രീതിയിൽ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പിരുന്നുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശയെ പ്രണയിച്ച് ആ കുമ്പസാരം എന്ന കൂദാശ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമുക്ക് മാറ്റാം. വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ കുമ്പസാരം എന്ന കൂദാശയുടെ മഹത്വം മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. ദൈവത്തെ കൂടുതലായിട്ട് അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എന്ന് നിലനിൽക്കുവാൻ ഈ കൂദാശ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.
ഈ നിമിഷം നമുക്ക് കരുണയുടെ ചവമാല ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരിക്കൽ കൂടി ദൈവത്തെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനോട് മാപ്പിരക്കുകയും നല്ലൊരു അനുതാപത്തിലൂടെ കർത്താവിലേക്ക് തിരികെ വരുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം. നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.